ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോംലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മാമ്പഴ പുളിശ്ശേരിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഇവിടെ നല്ലൊരു മാമ്പഴം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ലൊരു മണമാണ്, പക്ഷേ പച്ചയ്ക്ക് കഴിക്കാൻ നല്ല പുളിയാണ്. അതുകൊണ്ട് നമ്മളത് കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ ഒരു മാമ്പഴത്തിന് നമ്മൾ ഇതേമാതിരി കട്ട് ചെയ്തിട്ട് സൈഡുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ മാമ്പഴം കറി വയ്ക്കുന്ന സമയത്ത് ഈ തോൽ ഇതേമാതിരി അടർത്തി എടുത്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ ഇതിൻ്റെ ഒപ്പം ഒരുപാട് ഫ്ലഷ് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെ അരിഞ്ഞിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചതിന് നമ്മുടെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ്: മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, അതേപോലെ തന്നെ മുളക് പൊടി എരിവിന് വേണ്ടിയിട്ടും ആ ഒരു ചുവപ്പ് കളറിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു തുണ്ട് ശർക്കരയും കൂടി ചേർത്തുന്നുണ്ട്. അതേപോലെ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചിട്ട് ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോഴത്തേക്കും ആ മാമ്പഴം വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 വെളുത്തുള്ളിയും പച്ചമുളകും, കാന്താരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി ആഡ് ചെയ്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് കുരുമുളക്, അതേപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി നമ്മൾ കറിയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ഒരു തേങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ കുറച്ച് ജീരകവും കൂടി ആഡ് ചെയ്ത് ഇതിനൊന്ന് അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മാമ്പഴം വെന്ത് വന്നിട്ടുണ്ട്, നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിലായതുകൊണ്ട് നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, വെന്തോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ സമയം നമ്മൾ തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മാമ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെന്ത് വന്നിട്ടുള്ള ഈ ഒരു മാമ്പഴത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു ചേരുവകളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മൾ ആ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഈ സമയം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പോലെ തിള വന്നതിന് ശേഷം നമ്മളത് അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷമാണ് നമ്മൾ തൈര് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണ്. അപ്പോൾ ആവശ്യത്തിന് പുളി അനുസരിച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത സെക്ഷൻ നമ്മുടെ കടുകുവറയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുകിട്ട് പൊട്ട് വരുന്ന സമയത്ത് 2 മണി ഉലുവയും അതേപോലെ തന്നെ നമ്മുടെ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ഒരു കടുകുവറ സെക്ഷൻ ഓവറായി. അപ്പോൾ ഈ ഒരു വറുത്ത് വെച്ചിരിക്കുന്ന കടുകിനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് തട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് മണമുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിക്കാൻ വന്നോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്